ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആംനസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോകാം കേട്ടോ. നമ്മുടെ ഇവിടെ കുറച്ച് പോകാനുണ്ട്. ചെമ്മണ്ണൂർ അമ്പലം എന്നാട്ടോ പറയാം, ശിവക്ഷേത്രമാണേ. നമുക്ക് എന്തായാലും അമ്പലത്തിലേക്ക് പോവാം. ഗൈസ് അപ്പോൾ നോക്കൂ, കുഞ്ഞാവയ്ക്ക് ഒന്ന് മുടി കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ആള് മുടി കെട്ടാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ മുടി കണ്ണിലേക്ക് വരാൻ നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് രണ്ട് കാലം ചെരുപ്പിട്ട് കൊടുത്തത് കേട്ടോ. ചെരുപ്പൊക്കെ ഒരു ഇതപ്പോൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും ചെരുപ്പ് കയ്യിലുണ്ടാവും, അതോ ഈ ചില്ലി വഴി പുറത്തേക്ക് ഇടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ 2-3 വട്ടപ്പോൾ പുറത്തേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ. വാവേ ഇതാ ഹായ് പറഞ്ഞേ, ഹായ്. ഇതാട്ടോ നമ്മൾ പോണ വഴി. ഫ്രണ്ട്സ്, നമുക്കിവിടെ അധികവും കൃഷിക്കാരാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡും കാണാൻ പറ്റുന്ന കൃഷികളായിരിക്കും. പലതരം കൃഷികൾ കാണാം. ഏലം, കാപ്പി, കുരുമുളക്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത്. ഒരാളിതാ ഇവിടെ ഇപ്പം തന്നെ പാട്ട് തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന അമ്പലത്തിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് വളവുകളും തിരിവുകളൊക്കെ ഉള്ള വഴിയാണേ. കാണുമ്പോൾ നിങ്ങൾക്കൊരു ചുരം പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. രണ്ട് സൈഡിലും ഇപ്പോൾ ഇടതൂർന്ന വനങ്ങളാണേ. ഗൈസ് നോക്കൂ, മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നല്ല വെയിലായപ്പോൾ ഇവിടുത്തെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല പച്ചപ്പിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുക കേട്ടോ. നമുക്ക് അടിപൊളി കാലാവസ്ഥയായിട്ട് നല്ല വെയിൽ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടേ. നമ്മൾ ഏകദേശം അമ്പലം എത്താനായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്തായാലും ഇവിടുത്തെ ഒരു മെയിൻ ടൗൺ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം. ഇത് നമ്മുടെ കൽക്കണ്ടി എന്നാണ് ഈ ഒരു ജംഗ്ഷൻ്റെ പേര്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ മണ്ണാർക്കാട് പോകുന്നത് കേട്ടോ. ഈ റൂട്ടാണേ. ഒരു അത്യാവശ്യം വലിയ ടൗൺ ആണേ. ഇത് അവിടുന്ന് റൈറ്റിലേക്കുള്ള റൂട്ടാണേ. നമുക്ക് ഈ റൂട്ടാട്ടോ പോകേണ്ടത്. മറ്റേ റൂട്ട് പോയാൽ നമ്മൾ മണ്ണാർക്കാടാണേ. നമുക്ക് ഒരുപാട് മലകളൊക്കെ കാണാൻ പറ്റുന്നില്ലേ. അതുപോലെ തന്നെ ആ റോഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അതൊന്നും വേറെ മഴ പെയ്ത വെള്ളമൊന്നും അല്ലാതെ നമുക്ക് മലയിൽ നിന്ന് ഇങ്ങനെ ഉറവുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളമാണേ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇതുപോലത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ അമ്പലത്തിലേക്കാട്ടോ നമ്മൾ വന്നത്. ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണേ.
അപ്പോൾ ഗൈസ് നമ്മൾ ദൈവത്തിനൊക്കെ നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. കാരണം തിരക്കൊക്കെ കുറവായതുകൊണ്ട് നന്നായിട്ട് നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റി. ഇങ്ങനെയൊക്കെ ഈ ടൈമിലൊക്കെ വരികയാണെങ്കിൽ തിരക്കൊക്കെ അത്യാവശ്യം കുറവുണ്ടാകും. അതുകൊണ്ട് തന്നെ ശിവരാത്രിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴാൻ പറ്റുന്ന നന്നായിട്ട് തിരക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സ് തുറന്ന് നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കും എല്ലാം നന്നായിട്ട് വിശാലമായിട്ട് ഇരുന്ന് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് പോകാട്ടോ. നല്ലൊരു കാറ്റ് കിട്ടും. കാരണത്തിൻ്റെ ചുവട്ടിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കാറ്റ് നല്ലൊരു വൈബാട്ടോ ഇവിടെയൊക്കെ. വാ 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 വാ. ഗൈസ്, ഈ അമ്പലം എന്ന് പറയുന്നത് ശിവരാത്രിക്ക് പേരിയായിട്ടൊരു അമ്പലമാണ്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പൂജകളും ആഘോഷങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ പുറകിലൊരു മല കണ്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരു മലയുണ്ട്. നല്ല ഹൈറ്റിലാണ് ഈ കാണുന്ന മലയല്ല, അതിൻ്റെ അടിപൊളിയായിട്ട് നല്ല ഹൈറ്റിലൊരു മലയുണ്ട്. മേഘങ്ങളൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര അങ്ങ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അതിന് നമ്മളിവിടെ മല്ലീശ്വരം മുടി എന്നാണ് പറയാറ് എല്ലാവരും. മാത്രമല്ല ഒരു പ്രത്യേക ഭാഗത്തിൽപ്പെട്ട ആളുകൾ വ്രതശുദ്ധിയോടുകൂടി 41 ദിവസത്തെ നോമ്പൊക്കെ എടുത്ത് ശിവരാത്രിയുടെ അന്ന് ആ മലമുകളിൽ പോയിട്ട് വിളക്ക് കത്തിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ നോക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ട് ആ വിളക്ക് കാണാൻ പറ്റുമേ. വിളക്ക് കത്തിച്ച് പൂജാരിമാർ അവിടെ നിന്ന് മുളയിലാട്ടോ പുണ്യവെള്ളം കൊണ്ടുവരാറേ. അപ്പോൾ അതൊന്നും ഞാൻ വേറെ എവിടെയും കാണാത്തൊരു കാഴ്ച തന്നെയാട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക വൈബാട്ടോ. അട്ടപ്പാടിയിലെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ടാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കാറ്. ഈ അമ്പലത്തിൽ നമ്മൾ ഈ മകരജ്യോതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടി വിയുടെ മുന്നിൽ കണ്ണ് നട്ട് കാത്തിരിക്കാറില്ല. അതേപോലെയായിട്ട് ഇവിടെയുള്ള ഓരോരുത്തരും അത്രയും ഒരു എന്താ പറയുക, അത്രയും ഒരു കാത്തിരിപ്പാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം നമുക്കൊരു ശിവരാത്രി ഉള്ളപ്പോൾ ആ ഒരു വർഷത്തെ കാത്തിരിപ്പ് തന്നെ പറയാം ആ ദീപം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് അട്ടപ്പാടിയുടെ പല ഭാഗങ്ങളിൽ നോക്കിയാൽ നമുക്ക് ഈ ദീപം കാണാൻ പറ്റും കേട്ടോ. മാത്രമല്ല ഒരുപാട് കല്യാണങ്ങൾ കൂടി നടക്കാറുള്ള ഒരു അമ്പലം തന്നെയാണിത്. ഒരുപാട് പേര് കല്യാണം കഴിക്കുന്ന ഒരു അമ്പലമാണ്. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കാറ്റ് വീശുന്നു കേട്ടോ. ആൽമരമൊക്കെ നന്നായിട്ട് കാറ്റ് വീശിയിട്ട് ഇങ്ങനെ കിടന്ന് ആടി തിമിർക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് നന്നായിട്ട് തൊഴുതു കേട്ടോ. അപ്പം ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് വരാൻ വേറെ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ. നമ്മുടെ 6ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടോ. ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ തന്നെ ഇണക്കങ്ങളൊക്കെ ആയിട്ട് 6 വർഷം കടന്നു പോയിട്ടോ. നമ്മുടെ സ്വത്ത് വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അതുകൂടി ഇട്ടിട്ടുന്നത് ഒരു സ്പെഷ്യൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതുകൊണ്ട് നമുക്കിത്. അപ്പോൾ എന്നാലും നമുക്ക് തൊഴിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ വീട്ടിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ നന്നായിട്ട് തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ പോണത് നമ്മളിവിടെ അമ്പലത്തിൽ വന്നാൽ മിക്ക ദിവസങ്ങളിലും പോകാറുള്ള ഒരു സ്ഥലത്തേക്കാണ്, നമ്മുടെ ഭവാനിപ്പുഴ. അങ്ങോട്ടേക്കാട്ടോ നമ്മൾ പോണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മൾ പുഴയിലേക്ക് പോകുന്ന വഴിയാണേ. നമുക്ക് ശിവരാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഫുള്ള് കച്ചവടക്കാരും അതുപോലെ തന്നെ യന്ത്രൂഞ്ഞാലും മരണക്കിണർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് പോയിട്ട് എല്ലാം ആസ്വദിച്ചിട്ട് കണ്ടിട്ട് വരാൻ പറ്റിയൊരു സംഭവമാണ്. പുഴയിലേക്ക് ഒന്ന് ഇറങ്ങാം. ഉള്ളതുകൊണ്ട് തന്നെ കേസ് നോക്കും നമുക്ക് അടിയൊക്കെ നല്ല തെളിഞ്ഞ് കാണാം. അടിയിലൊക്കെ നോക്കി ഉരുണ്ട കല്ലുകളൊക്കെ. പണ്ടൊക്കെ ഇങ്ങനത്തെ പുഴയിലൊക്കെ കുളിക്കാൻ പോകുന്ന അലക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ വെള്ളാരം കല്ല് പോകത്തിൽ ഇതുപോലത്തെ ഉരുണ്ട കല്ലൊക്കെ പെറുക്കിക്കൊണ്ടതായിട്ട് എനിക്ക് പോർന്നു വരുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്രളയ സമയം, അതായത് നമുക്ക് വയനാട്ടിൽ ഉരുൾപൊട്ടില്ല, ആ ടൈമിലൊക്കെ നമുക്കൊരു അടിപൊളിയായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ പുഴ നന്നായിട്ട് ഈ പാലത്തിൻ്റെ അപ്പുറം വെള്ളം നന്നായിട്ട് നിറഞ്ഞൊഴുകുമായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ വെള്ളം കണ്ടോ ഗൈസ്. നമ്മൾ പുഴയിൽ നിന്നൊക്കെ വന്നതാ ഇപ്പോൾ ഒരു തട്ടുകടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോഴത്തേനും
നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളി ഫുഡായതുകൊണ്ട് നമ്മൾ പറഞ്ഞത് അപ്പമായിരുന്നു കേട്ടോ. അപ്പവും സാമ്പാറുണ്ടായിരുന്നു, ചട്നി ദോശയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോണ വഴിക്കൊരു അടിപൊളി സ്ഥലം ഉണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. ഇതായിട്ട് നമ്മൾ പോണ വഴി നോക്ക്, കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. അത്ര അടിപൊളി വഴിയൊന്നും അല്ല. നമുക്ക് കുണ്ടും കുഴിയും ഗട്ടറൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ഷെയ്ക്ക് ആവുന്നുണ്ടാവും ഗൈസ്. കുറേ മരങ്ങളും മലകളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പ്. പിന്നെ ഗൈസ് അവിടെ ഒരു അമ്പലം ഉണ്ടേ, കാണിച്ചു തരാം കറക്റ്റ് ആയിട്ടുണ്ട് അവിടെ നിർത്തിയിട്ട്. എന്താ ഗൈസ് ഇതാട്ടോ അമ്പലം, ആ മരത്തിൻ്റെ ചൂട്ടി കാണുന്നതാണ് അമ്പലം. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് അമ്പലം എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനത്തെ അമ്പലങ്ങൾ കുറേ കാണാൻ പറ്റും ഇവിടെ. മരങ്ങളുടെ ചൂട്ടിലാട്ടോ ഇത്, ഒരു മരത്തിൻ്റെ ചൂട്ടിലാണ്. ഗണപതിയാണ് ഗൈസ് അവിടുത്തെ പ്രതിഷ്ഠ. നമുക്ക് തെളിഞ്ഞ മാനമൊക്കെ കാണാൻ പറ്റുന്നില്ല ആകാശം. നമുക്ക് കുറച്ച് പോകാനുണ്ട് ഇവിടുന്ന്. നമുക്ക് എത്ര ദൂരം വരെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്ന അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗൈസ് ഇതാ നോക്കൂ, കാറ്റാടി മരങ്ങൾ കണ്ടോ? നന്നായിട്ട് കാറ്റുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാട്ടോ കറങ്ങണത്. അതൊക്കെ ഷോളയൂർ ഭാഗമാണ് ഗൈസ്. ഇതാ അങ്ങനെ നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്ഥലത്ത്. നമ്മൾ വരച്ച് വെച്ച പോലെ ഉണ്ടല്ലേ മലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടെയും കുറേ കാറ്റാടി മരങ്ങളുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ ഗൈസ്? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാട്ടോ ഇവിടെ. നല്ല വെയിലുണ്ട്. ഇപ്പം ഏകദേശം ടൈം ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെയിലുണ്ട്. എന്നാൽ പക്ഷെ നമുക്ക് ആ വെയിലിൻ്റെ ചൂട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മളെപ്പോൾ പോയാലും ഏതൊരു ടൈമിൽ പോയാലും വെയിൽ ചൂടുള്ള ടൈമിൽ പോയാലും ആ ചൂട് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അത്ര അടിപൊളിയായിട്ട് കാറ്റ് വീശിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചൂടേ അറിയാം. നല്ലൊരു എന്താ പറയുക, നമുക്ക് മനസ്സിനൊക്കെ നല്ലൊരു ഹാപ്പിനെസ് തരുന്നൊരു ഇതായിട്ട് നമുക്കിവിടെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. നല്ലൊരു ഭംഗിയിൽ നമുക്ക് അവിടെ ഈ കാറ്റാടി മരങ്ങൾ കാണാം കേട്ടോ. അത് നമുക്ക് ഇവിടെ തന്നെയുള്ള കാറ്റാടി മരമാണ്. ഇവിടെ കുറേ കാറ്റാടി മരങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ അടുത്തെത്താൻ പറ്റും. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് അത്ര പോകുന്നില്ല. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കൂടുതലും നിങ്ങൾ എന്നെ ആയിരിക്കും നമ്മുടെ വീഡിയോസിൽ കാണാറ്. പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ള വീഡിയോസിൽ നമ്മുടെ മോളൂസിനും കാണാറുണ്ട്. നമ്മുടെ ഏട്ടനുണ്ട് കേട്ടോ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ ഏട്ടന് നമ്മുടെ വീഡിയോയിലുണ്ടേ. നമ്മുടെ കേസിനൊക്കെ ടാറ്റു എടുത്തേ ബാബുക്കുട്ടി. ടാറ്റ. അവർക്ക് ഇതുപോലെ ടാറ്റു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
ഗേസ് ഇതിങ്ങനെ കുറേ ദൂരം ഉണ്ട്. നമുക്കിപ്പോൾ എവിടെ നിന്നാലും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ എത്ര വേണമെങ്കിലും പോവാം കേട്ടോ. കുറേ ദൂരം അങ്ങ് മുകളിലേക്കുണ്ട്, വഴിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഇങ്ങനെ പോവാം നമുക്ക്. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ റോഡിൽ ചെളിയൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല ഉണങ്ങി കിടക്കുവാണേ. ഒരുപാട് കാറ്റാടി മരങ്ങൾ കാണാൻ പറ്റുന്നുണ്ടേ. അതാ അവിടെ കുറേ വെള്ള കളറിലൊക്കെ കാണാൻ പറ്റുന്ന ഒക്കെ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും കടകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണേ. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും പ്രകൃതി എന്ത് സുന്ദരം. അത്രയും മലയായാലും കാടും എല്ലാം ഒരു പ്രത്യേക ഭംഗിയാട്ടോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഗൈസ്. ഗൈസ് ഇതായിട്ട് നമ്മള് താഴേക്ക് ഇറങ്ങി പോകുന്ന വ്യൂ. നമ്മൾ വന്ന വഴിയാണ് ഇതൊക്കെ. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിലൊക്കെ വന്നാലും നമുക്ക് മടുക്കില്ല കേട്ടോ. കാരണം നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ട് തന്നെ. ഇവിടെയൊക്കെ അറിയാതെ കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി അങ്ങ് പോകാം. അത്രയും അടിപൊളി കാറ്റാണ്. എന്തായാലും നമ്മുടെ കുഞ്ഞ് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ എന്തായാലും കുഞ്ഞെന്തായാലും നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരാൻ തുടങ്ങിയിട്ട് ഈ കാറ്റിന്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.